CPM നേതാവ് എ സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരത്ത് ജില്ലാ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. CPM പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും കസ്തൂരി ഹിന്ദു ഐക്യവേദിയിലേക്ക് എത്തിയതിന്റെ പേരിൽ CPMനെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ പിതാവിന്റെയും സഹോദരന്റെയും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എ കസ്തൂരി. CPMനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഭാരത സംസ്കാരത്തെ തകർക്കാനാണ് ഇടത് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യമെന്നാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കസ്തൂരി അനിരുദ്ധൻ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. തെറ്റ് തിരുത്താൻ ഒരിക്കലും CPM തയ്യാറാകുന്നില്ല. ഇടത് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദി എന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു. CPMന്റെ അഭിസംബോധന രീതികളെ പോലും കസ്തൂരി ശക്തമായി വിമർശിക്കുകയുണ്ടായി. സമൂഹത്തിൽ ഇറങ്ങി ആളുകളുമായി ഇടപഴകുമ്പോൾ സഹാവ് എന്നാണ് തന്നെ കൂടുതലും അഭിസംബോധന ചെയ്യുന്നത്. RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വ പദവി വഹിക്കുന്നവർ ഒഴികെ എല്ലാവരും ഇത്തരത്തിലാണ് കൂടുതലും വിളിക്കുന്നത്. സഖാവ് എന്ന വാക്കിന് ഒരർത്ഥമുണ്ടെന്നും അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വാക്ക് എന്നതാണ് സഹാവ് എന്നത്. എപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവനെന്നും ഒരിക്കലും നമ്മളെ കൈവിടാത്തവനെന്നുമാണ് സഖ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിന്ദു ശാസ്ത്രപരമായി ദൈവികമായ വാക്കുകൂടിയാണിത്. ഹിന്ദു ഐക്യവേദിയുടെ സാധാരണ പ്രവർത്തകനായി മാത്രമാണ് നിലവിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയായിരുന്നു അധ്യക്ഷനാകുമെന്ന വിവരം അറിഞ്ഞിരുന്നതും. അതുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന വിവരം സഹോദരൻ എ സമ്പത്തിനെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അധ്യക്ഷനായ ശേഷം ആദ്യം വിളിച്ചത് സഹോദരനെയായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ സഹോദരൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അഭിപ്രായം ആവശ്യമെങ്കിൽ സഹോദരങ്ങൾ പരസ്പരം ചോദിക്കാറുണ്ടെന്നും കസ്തൂരി വ്യക്തമാക്കുകയുണ്ടായി. കോളേജ് കാലത്തെ SFIയിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ പിന്നീട് ഇടത് ആഭിമുഖ്യം അവസാനിച്ചെന്നും കസ്തൂരി ചാനൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. മുതിർന്ന CPM നേതാവ് കെ അനിരുദ്ധന്റെ മകനും എ സമ്പത്തിന്റെ സഹോദരനുമായ എ കസ്തൂരി ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് അനിരുദ്ധൻ. മാത്രമല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. പാർട്ടി പിളർന്നപ്പോൾ CPMനൊപ്പമായിരുന്നു നിന്നിരുന്നതും. 3 പ്രാവശ്യം MLAയും 1 പ്രാവശ്യം MP തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറിനെതിരെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച അനിരുദ്ധനെ ജയന്റ് കില്ലർ എന്നായിരുന്നു മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. ദീർഘകാലം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു അനിരുദ്ധൻ. മാത്രമല്ല CITയും ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുകയും ചെയ്തു. CITയും അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായപ്പോൾ അതിനെ തുടർന്ന് 1963 നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയമസഭാ അംഗമായിരുന്നു. 1965 ജയിലിൽ കിടന്നുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. കൂടാതെ 1967 വീണ്ടും R ശങ്കറെ ചിറയൻകീഴിൽ പരാജയപ്പെടുത്തി. 1979 തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. 1980 തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി മാറി. 1989 തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു. ഇവയ്ക്ക് പുറമെ കേരളം, നവകേരളം, വിശ്വകേരളം എന്നീ പത്രങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. മകൻ സമ്പത്തും പാർട്ടിയിൽ ഉന്നത തലങ്ങളിലൊക്കെ എത്തിയിരുന്നു. ആറ്റിങ്ങൽ MP ആയിരുന്ന സമ്പത്ത് തിരഞ്ഞെടുപ്പ് തോൽവിയോടെ CPMൽ ശരിക്കും ഒതുക്കപ്പെടുകയായിരുന്നു.